Radio Library. Radio Library with RJ Radish. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഖത്തർസ് ഓൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6-ൽ ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയം. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ ലൈബ്രറി അങ്ങനെ തുറക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കുറച്ചധികം കവിതകൾ നമ്മളിന്ന് കേൾക്കാനായിട്ട് പോവുകയാണ്, കവിതകളെ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. ഈ കവിതകൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് എത്തിയിട്ടുള്ളത് ഒരു കവി എന്ന് തന്നെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. അദ്ദേഹം ഒരു കവിതാ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം സായിഷ് വേണാടിനെ റേഡിയോ ലൈബ്രറിയിലേക്ക്. സ്വാഗതം. താങ്ക് യു. കൊല്ലത്താണ് വീട്? അതെ, ശൂരനാട്, ശാസ്താംകോട്ടയ്ക്ക് അടുത്ത് ശൂരനാട്. 12 കവിതകൾ എഴുതിയിട്ടുണ്ട്. 12 കവിതകളുടെ കവിതാ സമാഹാരമാണ് പുസ്തകത്തില്. അതെ, പുസ്തകത്തിനൊരു പേരിട്ടിട്ടില്ല. അതാണ് ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ്? എന്നെ സംബന്ധിച്ചുള്ള, ഒരു അച്ഛനെ സംബന്ധിച്ചുള്ള എല്ലാ മക്കളും ഒരേപോലെ പ്രാധാന്യമുള്ളവരാന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഏതെങ്കിലും ഒരു കവിതയുടെ പേരിടുന്നതിനെ കുറിച്ച് അന്ന് സുഹൃത്തുക്കളൊക്കെ തമ്മിൽ ചർച്ച ചെയ്തപ്പം ഞാൻ പറഞ്ഞത് അത് വേണ്ട, ആരുടെയും പേര് വേണ്ട. സാധാരണ എങ്ങനെയാണല്ലോ 12 കവിതകൾ ഏതെങ്കിലും ഒരു കവിതകളുടെ ടൈറ്റിലായിരിക്കും നമുക്ക് ആ ഒരു പുസ്തകത്തിനായിട്ട് ഇടുന്നത്. അതെ അതെ, പക്ഷെ അങ്ങനെ ഇട്ടില്ല. എല്ലാ കവിതകളും ഒരേ പ്രാധാന്യം ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് അത് 12 കവിതകൾ തന്നെ പേരിടുകയായിരുന്നു. 12 കവിതകൾ അടങ്ങിയ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആനുകാലികങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അല്ലാതെ ആനുകാലികങ്ങൾ കലാമതിയിലും ജനയുഗം വാരാന്ത്യത്തിലൊക്കെ എഴുതാറുണ്ട്. പിന്നെ നാട്ടിലുള്ള സമയങ്ങളിൽ അത്യാവശ്യം കവിയരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഓക്കെ, കവിത ചൊല്ലുന്ന ആളുകൂടിയാണ് നന്നായിട്ട്. അത്യാവശ്യം. ഓക്കെ, ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ആരുടെ കവിതയായിരിക്കും? ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതെന്നായിരിക്കും ഇപ്പൊ പറയാനുള്ളത്. നമ്മൾ ഇപ്പം കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു തരത്തിലേക്ക് എത്തിച്ചത് വിൻഡോസ് ആണ്. അതെ, അപ്പൊ യൂസർ ഫ്രണ്ട്ലി ആയതാണ്. പണ്ട് ഡോസ് ഒക്കെ ആയിരുന്നു ഭയങ്കര. അതേപോലെ തന്നെ കവിതയെ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചത് ഇതിന്റെ ഓഡിയോ കാസറ്റുകളും CD ഒക്കെ ഇറങ്ങാൻ തുടങ്ങിയ ശേഷം. അതിലെനിക്ക് തോന്നുന്നു ആദ്യം മധുസൂദനൻ നായരായിരുന്നു 12 മക്കളെ പെറ്റൊര നാരായണത്ത് ഭ്രാന്തനും അഗസ്ത്യ ഹൃദയം. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ആ കവിതകൾ ചൊല്ലി പദ്യപാരായണത്തിലൂടെയാണ് കവിതയോടുള്ള താല്പര്യം തുടങ്ങുന്നത്. തീർച്ചയായിട്ടും ഈ മധുസൂദനൻ നായരാണ് ഈ പറയുന്ന ചൊല്ലുന്ന കാര്യത്തിൽ ചൊൽക്കവിതകളിലൂടെ കവിത എല്ലാവരും പുസ്തകം വായിക്കാത്തവർ പോലും ഈ കവിതയിലേക്ക് അടുത്തത് ചൊൽക്കവിതകളിലൂടെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇന്ന് കവിതകളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഓണക്കാലമാണ്. അതെ, ഓണക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓണക്കവിതകളുണ്ട്. കവിതകളിൽ ഏറ്റവും കൂടുതൽ ഓണത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടുള്ള ഒരുപാട് കവിതകൾ ഇറങ്ങിയിട്ടുണ്ട്. അതെ, അപ്പൊ അതിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു ഓണക്കവിത ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് പോയാലോ? വാക്കുകളുടെ മഹാബലി എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത് P. കുഞ്ഞിരാമൻ നായരെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഓണത്തെക്കുറിച്ച് കവിതകൾ എഴുതിയിട്ടുള്ളത് അദ്ദേഹമാണ്. എനിക്ക് തോന്നുന്നു ഒരു 100-ൽ പരം കവിതകൾ ഓണത്തെക്കുറിച്ച് മാത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓണപ്പുലരി, ഓണപ്പൂവ്, ഓണമുണ്ണാൻ, ഇങ്ങനെ ഏറ്റവും കൂടുതൽ അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുള്ള ഓണത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഒരു 3-4 വരി ചൊല്ലിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. വന്നു വന്നു പൊൻചിങ്ങം, പുലരൊളി തിരളും പൊൻചിങ്ങം, പുതുമലർ വിരിയും പൊൻചിങ്ങം, പുളകമുണർത്തും പൊൻചിങ്ങം, പാവനമാകിന തിരുനാളിൽ പൂവിളി ഞങ്ങൾ മുഴക്കുന്നു. ഇങ്ങനെ ആ കവിത നീണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും മലയാളത്തിന്റെ മഹാകവിയാണ് P. കുഞ്ഞിരാമൻ നായർ. അദ്ദേഹത്തിന്റെ ഓണം കവിത എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും. അത് കേട്ടപ്പോൾ നമുക്ക് സായിഷിന്റെ കവിതയിലേക്ക് വരാം. സായിഷ് വേണാട്. വേണാട് എന്ന് പറഞ്ഞ സ്ഥലപ്പേരാണോ? അത് വീടിന്റെ പേരാണ്. സ്ഥലപ്പേര് ശൂരനാടാണ്. ശൂരനാടെന്ന് കുറെ പേര് ശൂരനാട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മാറ്റം ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് തന്നെയാണ് വേണാടെന്ന് വെച്ചത്. ശൂരനാട് കുഞ്ഞമ്പിള്ള മുതൽ ഇങ്ങോട്ട് ശൂരനാട് രാജശേഖരൻ, ശൂരനാട് രവി ഏറെ കുട്ടി കവിതകൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടൊക്കെ ഞാൻ ശൂരനാടെന്ന് പറ്റിയത് വേണാടെന്ന് വെച്ചതാണ്. അപ്പോൾ സായിഷ് വേണാട് എഴുതിയ 12 കവിതകളിലേക്ക് നമുക്ക് ഇനി വരാം. ആദ്യം ഏത് കവിതയാണ് ഞങ്ങളിത് പരിചയപ്പെടുത്തുന്നത്? അതിനകത്ത് ചേകവൻ എന്നൊരു കവിതയുണ്ട്. ഓക്കെ. അംഗച്ചേകവൻ തനിക്ക് വേണ്ടിയല്ല അംഗം വെട്ടുന്നതെന്ന് എനിക്ക് ചെറുപ്പകാലത്ത് അറിയില്ല. കുറച്ച് വളർന്നതിന് ശേഷമാണ് ഒരു അംഗപ്പണം കിഴികെട്ടി വാങ്ങിയിട്ട് അതൊരു കൂലിക്ക് പടവെട്ടുന്ന ഒരാളാണ്. 2 നാട്ടുരാജാക്കന്മാർ തമ്മിൽ എന്തെങ്കിലും വിഷയത്തിൽ തർക്കിക്കും. എന്നിട്ടത് പരിഹരിക്കുന്നത് അവർ കൂലിക്ക് വെക്കുന്ന അംഗക്കിഴി കൊടുത്തിട്ട് ഹയർ ചെയ്യുന്ന 2 യോദ്ധാക്കളായിരിക്കും ഈ യുദ്ധം ചെയ്യുന്നത്. ഇവർ പരസ്പരം പടവെട്ടി മരിക്കുകയാണ്. വിഷയമാണ് ഈ കവിതയിൽ. ഒരു ഗദ്യ കവിതയായിട്ടാണ്. അംഗപ്പറമ്പിലെ ആരവങ്ങളിൽ ചെണ്ടയിൽ ഉണരുന്ന മരണതാളത്തിനൊപ്പം മാറ്റങ്കച്ചേകവന്റെ നെഞ്ചിലേക്കുള്ള കുതിപ്പുകൾ. എന്റെ കുതിപ്പും കിതപ്പും ഒരു ബാധ്യതയാണ്. ചാക്കാലയ്ക്ക് അച്ചാരം വാങ്ങിയവന്റെ ബാധ്യത. അതിരിൽ കുരുത്ത പുല്ലിനും ആറ്റിലൊഴുകുന്ന നീരിനും അവകാശി ആരെന്നറിയാനും അംഗം. കിഴികെട്ടി വാങ്ങിയ അംഗപ്പണത്തിന്റെ കടം തീർത്തൊരു പോരിന്റെ അന്ത്യത്തിൽ ഒരു ചുരുക്കത്തലപ്പിലൊടുങ്ങി അംഗപ്പറമ്പിൽ നിന്ന് തെക്കേ പറമ്പിലേക്ക്. ഇനിയൊരു ജന്മം എനിക്കായി ജനിക്കാൻ, എനിക്കായി ജീവിക്കാൻ, എനിക്കായി മരിക്കാൻ. അങ്കത്തട്ടിൽ 2 പേർ പടവെട്ടുന്നവർ അവരുടേതായ ആവശ്യങ്ങൾക്കല്ല പടവെട്ടുന്നതെന്ന് കുറെ മുതിർന്നതിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കുന്നത്. 2 നാട്ടുരാജാക്കന്മാർ തമ്മിൽ എന്തെങ്കിലും വിഷയത്തിൽ തർക്കമുണ്ടാകുന്നു, അവർ അംഗം കുറിക്കുന്നു. പക്ഷെ അംഗം കുറിച്ചിട്ട് യുദ്ധം ചെയ്യുന്നത് ഈ നാട്ടുരാജാക്കന്മാർ തമ്മിലല്ല. അവർ അംഗക്കിഴി കൊടുത്ത് ഒരു ചേകവനെ പടയാളിയായി എടുക്കുകയാണ്. ഈ പടയാളികൾ അങ്കത്തട്ടിൽ പരസ്പരം പടവെട്ടുന്നു. അവരിലൊരാൾ
മരിച്ചു വീഴുന്നു. അപ്പോൾ ഇത് മറ്റൊരാൾക്ക് വേണ്ടി വാങ്ങിയ പണത്തിൻ്റെ കൂലി വാങ്ങിച്ചുകൊണ്ട് പടവെട്ടി മരിക്കുന്ന ആ ചേകവനെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. ഇനിയെങ്കിലും എനിക്കായി ജനിച്ച്, എനിക്കായി ജീവിച്ച്, എനിക്കായി മരിക്കണം എന്ന ഒരു ചേകവന്റെ സ്വപ്നമാണ് അവസാനിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കുറേ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കവിതകളാണ് ഈ 12 കവിതകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇനി അടുത്ത നമുക്കൊരു ഓണ കവിതയിലേക്ക് തന്നെ പോകാം അല്ലെ? ഞാൻ അടുത്തതായി ചങ്ങമ്പുഴയെ കുറിച്ചാണ് പറഞ്ഞത്. വാക്കുകളുടെ കനകച്ചിലങ്ക കിലുക്കി കിലുക്കി നമ്മളുടെ ഹൃദയം കവർന്ന ചങ്ങമ്പുഴ. 37 വർഷങ്ങൾ കൊണ്ട് 57 കൃതികൾ മലയാളത്തിന് സമ്മാനിച്ച ചങ്ങമ്പുഴ ഓണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഓണപ്പൂക്കൾ എന്നാണ് കവിതയുടെ ശീർഷകം. ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ, ഓണക്കോടിയുടുത്തില്ലേ, പൊന്നിൻ ചിങ്ങം വന്നിട്ടും നീ മിന്നും മാലയും കെട്ടിയില്ലേ, മണിമിറ്റത്താമാവേലിക്കൊരു മരതക പീഠം വെച്ചില്ലേ, കാലം മുഴുവൻ പോയല്ലോ കാണാൻ കിട്ടാതായല്ലോ, നാമല്ലാതിവിടില്ലല്ലോ നാണിച്ചിങ്ങനെ നിന്നാലോ, നീലക്കുയിലേ നീലക്കുയിലേ നീ എന്തെന്നോടു മിണ്ടാത്തെ, തേന്മാവൊക്കെ പൂത്തട്ടെന്തേ തേന്തള് തിന്നുമതിക്കാത്തെ, തേന്മാവൊക്കെ പൂത്തട്ടെന്തേ തേന്തള് തിന്നുമതിക്കാത്തെ, കാറും മഴയും പോയല്ലോ കാടുകളൊക്കെ പൂത്തല്ലോ, മാടത്തെ കിളി പാടി നടക്കും മാനം മിന്നി വെളുത്തല്ല, എന്നിട്ടും നീ എന്താണിങ്ങനെ എന്നോടെന്നും മുണ്ടാത്തെ. അത് ഗ്രാമീണ പദങ്ങളാണ്. മുണ്ടാത്തെ എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം ആ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ചങ്ങമ്പുഴയുടെ വളരെ മനോഹരമായിട്ടുള്ള കവിത. അതുപോലെ തന്നെ ഇനി നമുക്ക് ഓണപ്പാട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കവികൾ, ഇനി വൈലോപ്പള്ളിയിലേക്ക് വരികയാണെങ്കിൽ വൈലോപ്പള്ളിയുടെ കവിതകളുണ്ട്. വൈലോപ്പള്ളിയുടെ ഓണപ്പാട്ടുകാർ, അത് ഈ പറഞ്ഞ പോലെ ഓണ ആഘോഷത്തെക്കുറിച്ചല്ല, മറിച്ച് ഓണം വരുന്നതിന് അത് വിളംബരം ചെയ്ത് എത്തുന്ന പാട്ടുകാരെ കുറിച്ച് വൈലോപ്പള്ളി എഴുതിയിട്ടുണ്ട്. അരിമയിലോണപ്പാട്ടുകൾ പാടി പെരുവഴി താണ്ടും കേവലരെപ്പോഴും, അരവയർ പട്ടിണി പെട്ടവർ കീറി പഴകിയ കൂറ പുതച്ചവർ ഞങ്ങൾ, നരയുടെ മഞ്ഞുകൾ ചിന്നിയ ഞങ്ങളുടെ തലകളിൽ മണ്ടിയൊതുങ്ങിയിരിപ്പു, നരയുടെ മഞ്ഞുകൾ ചിന്നിയ ഞങ്ങളുടെ തലകളിൽ മങ്ങിയൊതുങ്ങിയിരിപ്പു, നിരവധി പുരുഷായുസ്സിനപ്പുറം ആളിയൊരോണപ്പൊൻകിരണങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ ആ നഷ്ടവസന്തത്തെക്കുറിച്ച് വലിയൊരു കവിതയാണ്. ഞാൻ എൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. കവിത അവസാനിക്കുന്നത് ആ നഷ്ടവസന്തത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. നഷ്ടവസന്തസ്ഥലികളിൽ നിന്നും സമൃദ്ധ വസന്ത തടങ്ങളിലേക്ക് ഇളവേറ്റു പറക്കും പക്ഷികൾ പോലിരു സന്ധ്യ തൊടുക്കും താരകൾ പോലെ. രണ്ട് കാലത്തെയാണ്, സന്ധ്യയിലും രാത്രിയിലേക്ക് പോകുന്നതും നല്ല കാലത്ത് നിന്ന് ഇരുട്ടിലേക്ക് പോകുന്നതും പിന്നെ ഇരുട്ടിൽ നിന്ന് പ്രത്യാശയിലേക്ക് വരുന്നതായിട്ടാണ് അടുത്ത വരികളിൽ. പോയതിൽ നിന്നിനി എന്നോ വിരിയുന്ന ആയതിലേക്ക് കുതിക്കുകയാണിന്നായത വിശ്വാസത്തോടു നിങ്ങളുടെ പാസുര ചിന്താസങ്കല്പങ്ങൾ. പോയ കാലത്ത് നിന്ന് പുതിയ പ്രത്യാശയിലേക്ക് സങ്കല്പങ്ങൾ വിടർത്തുകയാണ്. ഓണപ്പാട്ടുകാർ എന്ന് പറഞ്ഞുള്ള കവിതയിലാണ്. ഓണപ്പാട്ടുകാർ എന്ന കവിതയിലാണ്. ഓണപ്പാട്ടുകാർ അവരുടെ അന്ന് പാടി നടന്ന് കിട്ടിയ വരുമാനം, അപ്പോൾ അവരുടെ ഈ പല കുലത്തൊഴിലുകളും ഇന്ന് ഇല്ലാതാവുന്നു. ആ പുതിയ തലമുറയിലെ അവരുടെ തലമുറയിൽ തന്നെ പുതിയ ആൾക്കാർ ആ ജോലിയിലേക്ക് വരുന്നില്ല. കാരണം അതിൻ്റെ പ്രാധാന്യം, അത് കേൾക്കാൻ ആൾ പറയുന്നു, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അത്തരം നാടൻ കലാരൂപങ്ങൾക്ക് ഒരു വംശനാശം സംഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് സായിഷിന്റെ അടുത്തൊരു കവിതയിലേക്ക് വരാം. നേരത്തെ നമ്മളൊരു കവിത കേട്ടു, ചേകവന്മാരെ കുറിച്ചാണ് കേട്ടത്. ഇനിയൊരു ചൊൽക്കവിതയാണ്. നേരത്തെ ഒരു ഗദ്യ കവിതയാണല്ലോ. പുതിയ കാലത്തിൻ്റെ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഒരു ക്രൂരമായ തമാശയാണ് ഈ ATM-ലെ കാവൽക്കാരൻ. ഒരു ഹോണടിച്ചാൽ ഉടനെ ഇറങ്ങി വന്ന് തല്ലുണ്ടാക്കുന്ന ഒരു തലമുറ, മാരകായുധങ്ങളായിട്ട് കറങ്ങി നടക്കുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായ കിരാതന്മാർ വാഴുന്നൊരു നഗരത്തിൽ പോലീസിലോ അല്ലെങ്കിൽ മിലിറ്ററിയിലോ വളരെ കാലം സേവനം ചെയ്ത് റിട്ടയർമെന്റ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെയും എന്തെങ്കിലും ഒരു വരുമാന മാർഗത്തിന് വേണ്ടി വന്ന കാവൽക്കാരനായിട്ടിരിക്കുകയാണ്. ശരിക്കും ഒരു നിസ്സഹായനാണ്, ഒരു ആയുധം പോലും ഇല്ല അങ്ങനെ അവിടെ ഇരിക്കുന്നവർ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, ATM-ലെ കാവൽക്കാരൻ. ഇരുട്ടിനെ കീറി നീക്കും വെളിച്ചമിടക്കിടെ ഇരമ്പിപ്പാഞ്ഞു പോകും പട്ടണപ്പാതയോരം, പഴകിയ വാതായന പഴുതിലൂടരിച്ചേറും കിഴിയും തണുപ്പിനെ മനസാശപിക്കയും, ഒരു കാലൊടിഞ്ഞോരിപ്പിടം കോണിൽ ചാരി നരകൾ തെളിഞ്ഞെഴും താടിയിൽ തലോടിയും, ആയുസിൻ വിരസമാം മിടിപ്പുകൾ എണ്ണി എണ്ണി വയസ്സൻ കാവൽക്കാരൻ
മൗനത്തിൻ പടം ചൂടി. അങ്ങനെ നേരിയ മയക്കത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരാൾ വാതിൽ തള്ളി തുറന്നകത്തു. നേരിയ മയക്കത്തിൻ നീർപ്പോള പൊട്ടിച്ചിതാ ചാരിയ വാതിലും തുറന്നൊരു ദീർഘകായൻ. ലഹരിതൻ കനം തൂങ്ങുമിരുണ്ട കണ്ണുകൾ, ക്രമരഹിതമാം ചുവടുകൾ, മുഷിഞ്ഞ വസ്ത്രങ്ങളും. അക്ഷരമോരോന്നു കുത്തുന്നു യന്ത്രത്തിന്മേൽ, അക്ഷമനാകുന്നിതൽപ്പനിമിഷങ്ങൾ പോകെ. ഒടുവിൽ നിരാശനായി ആരെയോ ശപിച്ചൊട്ടു, തിടുക്കത്തിൽ മറയുന്നിതിരുട്ടിൻ ആഴങ്ങളിൽ. വന്നയാൾ പോകും വരെ ശ്വാസവും നിയന്ത്രിച്ചു നിന്നയാൾ സഗൗരവം, നാട്യമേ രക്ഷോപായം. ഏതിനും മടിക്കാത്ത നീചന്മാർ വാഴും പുരം, ഭീതി പൂണ്ടകം പൊള്ളും ദീനമാം കൃശരൂപം. കുതിക്കുവാൻ കരുത്താർന്ന യൗവനം വിദൂരമാം, അതിർത്തിയിലേറെ നാൾ ജ്വലിച്ചൊരു പോരാളിയെങ്കിലും. കടമകൾ കുരുക്കിട്ട കലുഷമാം സായന്തനം, മടുപ്പിൻ്റെ മഷിയിട്ട മുഷിഞ്ഞ മുഖങ്ങളും. അദ്ദേഹം ഓർക്കുകയാണ് യന്ത്രത്തിൻ്റെ ജീവിതം തൻ്റെ ജീവിതത്തേക്കാൾ എത്ര ഭേദമാണെന്ന് ഓർക്കുകയാണ് അവസാനം വരുന്ന വരികളിൽ. ഓർക്കുകിലീ യന്ത്രത്തിൻ ജീവിതം എത്ര ഭേദം, പാർക്കുവാനിടം സ്വന്തം, തഴുകുവാൻ ശീതക്കാറ്റും. ATM-ലുള്ള സെക്യൂരിറ്റികളെ കുറിച്ചുള്ള നമുക്ക് കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പലതരത്തിൽ നോവലുകളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കവിതയിലൂടെ എഴുതുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? സായിഷ് തന്നെ ആയിരിക്കും അത് അങ്ങനെ ആദ്യമായിട്ട് എഴുതിയിട്ടുണ്ട്, അവരെ ഒരു കവിതയിലേക്ക് കൊണ്ടുവന്നത്. അവരുടെ കൃത്യമായിട്ടുള്ള അവസ്ഥയെ പഠിച്ച് മനസ്സിലാക്കിയ ഒരു കവിതയിലൂടെ എത്തിച്ചത് തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു കവിതയാണത്. ONVയുടെ കവിതകളിലേക്ക് വരാം. നിരവധി കവിതകളും സിനിമാ ഗാനങ്ങളും എഴുതിയിട്ടുള്ള ആൾ കൂടിയാണ് ONV. ONVയുടെ ഓണപ്പാട്ടുകളിലേക്ക് വരികയാണെങ്കിൽ ലളിത മലയാളത്തിന്റെ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. ONVയെ കുറിച്ച് അങ്ങനെ വിശേഷിപ്പിക്കാം. പെരുമാറ്റത്തിൽ വളരെ സീരിയസ് ആയ ഒരു മനുഷ്യനാണ്, പലപ്പോഴും ഞാൻ നേരിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കവിതകൾ എന്ന് പറഞ്ഞാൽ ഏത് പാമരനും മനസ്സിലാകാത്തത് ഏറ്റവും ലളിത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കവിത എഴുതുന്ന ആളായിരുന്നു ONV കുറുപ്പ്. അദ്ദേഹത്തിന് നീയില്ലാത്തൊരോണം എന്നൊരു കവിതയുണ്ട്. ഓണച്ചെന്തുകൾ പാടാൻ നീയില്ലാത്തൊരോണം പടികടന്നെത്തുന്നു, പോയാണ്ടിൽ വന്നുപോയ പൊന്നാവണിപ്പൂവുകൾ വീണ്ടുമിങ്ങെത്തുന്നു. തുമ്പിയും മൈനയും പൂക്കളിൽ മേയുന്ന തൂശീമുഖികളുമെത്തുന്നു. പുള്ളോർക്കുടങ്ങളും മൂളുന്നു, വണ്ണാത്തിപ്പുള്ളും പടിക്കൽ ചിലയ്ക്കുന്നു. പഴയൊരു വില്ലിന്മേലിഴകൾ മുറുക്കി പാടാനെല്ലാരുമെത്തുന്നു. എന്നാൽ ഇക്കുറി ഇച്ചെറുപന്തിയിൽ നിന്നെ കാണാതാകുന്നു. തോഴ നിന്നോണച്ചിന്തുകൾ കേൾക്കാത്തൊരോണം വന്നിതാ പോകുന്നു. ഓണച്ചിന്തുകൾ ഓർമ്മതൻ കണ്ണീർ ചാലുകളായി ഒഴുകുന്നു. ഓണച്ചിന്തുകൾ പാടാൻ നീയില്ലാത്തൊരോണം പടികടന്നെത്തുന്നു. പ്രിയ കൂട്ടുകാരനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള നീയില്ലാത്ത ഓണം എന്ന കവിതയാണിത്. ഇനി നമുക്ക് സായിഷിന്റെ കവിതയിലേക്ക് വരാം. അടുത്ത മൂന്നാമതൊരു കവിത കൂടി പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ഞാൻ മിക്കവാറും എഴുതിയിട്ടുള്ള വിഷയങ്ങളൊക്കെ സാമൂഹ്യമായി പ്രണയവും നൈരാശ്യവും ഒന്നും ഞാൻ അങ്ങനെ വിഷയമായിട്ട് കവിതയിൽ എഴുതിയിട്ടില്ല. സാധാരണ കവികൾ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് പ്രണയം അങ്ങനെയൊക്കെയാണല്ലോ പോകുന്നത്. കഴിവതും സാമൂഹ്യ പ്രശ്നങ്ങൾ തന്നെയാണ് എൻ്റെ കവിതയിൽ വിഷയമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നെ വളരെയേറെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യം, നമ്മൾ ഏത് രോഗം വന്നാലും രോഗം ചികിത്സിച്ച് ഭേദമായി കഴിഞ്ഞാൽ അയാളെ നമ്മൾ രോഗിയായിട്ട് കാണുന്നില്ല. മറിച്ചൊരു മാനസിക രോഗിയുടെ കേസിൽ അതല്ല. ഒരു മാനസിക രോഗി രോഗം വന്ന് ഭേദമായാൽ പോലും അയാളെ എപ്പോഴും സമൂഹം, കുടുംബത്തിലുള്ളവർ പോലും ഒരു മാനസിക രോഗിയായിട്ട് തന്നെ കാണുന്നു. ആ വീട്ടിലൊരു കുട്ടിയുടെ വിവാഹം നടക്കാനും ഒക്കെ പ്രയാസമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അത്രത്തോളം വികലമാണ്. പലപ്പോഴും ഈ മാനസിക രോഗാശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ രോഗം ഭേദമായിട്ടും ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടുപോകാതെ ഒരുപാട് രോഗം ഭേദമായവർ, രോഗികളല്ല, രോഗം ഭേദമായവർ അവിടെ ഉണ്ട്. അവരുടെ പ്രമേയമാക്കിക്കൊണ്ട് ഞാനെഴുതിയ കഥയുണ്ട്, ഉന്മാദ പിറ്റേന്ന്. ഉപബോധതന്ത്രികളിൽ ഉന്മാദരാഗങ്ങൾ, ശ്രുതിയിട്ടൊരിന്നലകൾ, അവ്യക്തമോർമ്മകൾ, മനസ്സിൻ മയക്കത്തിൽ മൂളുന്നു ഭ്രമരങ്ങൾ, തമസിൻ കയങ്ങളിൽ മറയുന്നു കാഴ്ചകൾ. വിദ്യുത് സ്ഫുലിംഗങ്ങൾ അഗ്നിശരങ്ങളായി മസ്തിഷ്ക കോശങ്ങൾ ഭേദിച്ചു പായുന്നു. അസ്ഥികൾ നുറുങ്ങുന്നു, പേശികൾ മുറുകുന്നു,
നുരയുന്ന മജ്ജയോ പതയുന്നു നാവിൽ, ഉരുകുന്ന മജ്ജയോ പതയുന്നു നാവിൽ. രോഗാവസ്ഥയിലൂടെയൊക്കെ അദ്ദേഹം കടന്നുപോയിട്ട് രോഗം ഭേദമാകുന്നു. ഒരു ദിവസം ഓർമ്മ തെളിഞ്ഞു വരുന്ന സമയത്ത് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ടാകുന്നു. അദ്ദേഹം മങ്ങിയെടുത്തതാം ഓർമ്മയിൽ നിന്നും മുങ്ങിയെടുത്തതാം അക്കങ്ങൾ കൂട്ടിവച്ച് അമ്മയ്ക്കു കാതോർക്കെ അങ്ങേ തലയ്ക്കൽ നിസ്സംഗമാം വാക്കുകൾ, ഇങ്ങേ തലയ്ക്കൽ നിശബ്ദമാം തേങ്ങലും. മങ്ങിയൊരോർമ്മയിൽ മുങ്ങിയെടുത്തതാം അക്കങ്ങൾ കൂട്ടിവച്ചമ്മയ്ക്കു കാതോർക്കെ അങ്ങേ തലയ്ക്കൽ നിസ്സംഗമാം വാക്കുകൾ, ഇങ്ങേ തലയ്ക്കൽ നിശബ്ദമാം തേങ്ങലും. കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിന്നു കാലത്ത് തെക്കോട്ടു വീണുടഞ്ഞോർമതൻ മൺകുടം, ഉമ്മറക്കോണിൽ വഴിക്കണ്ണുമായി നിൽക്കും ഉണ്മയാം നിലവിളക്കെരിഞ്ഞടങ്ങി. അമ്മതൻ ഗന്ധവും അമ്മിഞ്ഞ മധുരവും ഓർമ്മച്ചരാതിലൊരു നെത്തിരി നാളമായി. ഈ രോഗം ഭേദമായെന്ന് ഡോക്ടർ അറിയിച്ചതിന് ശേഷം ഇദ്ദേഹം പിന്നെ പ്രതീക്ഷയോട് കാത്തിരുന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരും വീട്ടിൽ നിന്ന് എത്തുന്നില്ല. വീട്ടിലെ അറിയിപ്പ് കൊടുത്തിട്ട് ആരും എത്തുന്നില്ല. ക്രമേണ ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയാണ്. ക്രമേണ ആ മാനസിക വിഭ്രാന്തിയിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. ഇരുളിൻ വനങ്ങളിൽ മിഴി നട്ടിരിക്കയും ഇഴ പൊട്ടി വീഴുന്ന മഴനാരു നോക്കിയും മഴയൊട്ടു തോർന്നു മരം പെയ്ത തുള്ളികൾ ഇല തൊട്ട താളത്തിലിട നെഞ്ചുകൊട്ടിയും ഒരുപോള ചിമ്മാതെ രാവുകൾ നീക്കിയും ഒരുപാടു നാളുകളിൽ ഒറ്റയ്ക്കിരിക്കവേ ഉപബോധ തന്ത്രികളിൽ ഉന്മാദരാഗങ്ങൾ ശ്രുതിയിട്ടു പിന്നെയും അവ്യക്തമോർമ്മകൾ. മനസ്സിൻ മയക്കത്തിൽ മൂളുന്നു ഭ്രമരങ്ങൾ, തമസിൻ കയങ്ങളിൽ മറയുന്നു കാഴ്ചകൾ. ഇങ്ങനെയാണ് കവിത അവസാനിക്കുന്നത്. ഉന്മാദപ്പിറ്റേത് എന്നാണ് അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അവര് അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥ, അത് മറ്റാർക്കും മനസ്സിലാകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. നമ്മൾ ഈ മാനസികാശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ചേട്ടാ എന്നെ കൂടെ കൊണ്ടുപോയി എന്ത് പണിയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വരും. നമുക്ക് ഭയങ്കര ക്യാൻസർ വാർഡ് കയറുമെന്ന് പറഞ്ഞൊരു അവസ്ഥ. അത് അതെ, സീരിയസ് ആയ രോഗം ഉള്ളവരുമുണ്ട്. തിരിച്ചറിവില്ലാത്ത വസ്ത്രം എടുക്കണമെന്ന് പോലും അറിയാത്ത ആൾക്കാർ, അവരുടെ ഇടയിൽ വേണം ഇവർ കഴിഞ്ഞു പോകാൻ. രോഗം ഭേദമായിട്ടും സ്ഥലപരിമിതി കാരണം ഇവരൊക്കെ ഒരുമിച്ച് താമസിക്കേണ്ട ഒരു അവസ്ഥ വരും. അത് മാറി വന്നാലും ആ ഒരു പേര് വീണ്ടും കിടക്കും എന്നുള്ള വല്ലാത്തൊരു ഇതാണ് ഈ കവിതയിലൂടെ പറയുന്നത് അല്ലെ. ഇനി നമുക്കൊരു കവിത കൂടി പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഏതായിരിക്കും? സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് ഉള്ള വേദന ഞാൻ പ്രകടിപ്പിക്കുന്നൊരു കവിതയുണ്ട്. പലപ്പോഴും ഇത് ചെയ്യിക്കുന്നവർ സമർത്ഥമായി രക്ഷപ്പെടുകയും ഇതിന് മുന്നിൽ നിൽക്കുന്നവർ ഇരകളും പ്രതികളും ഒക്കെ ആകുന്ന ഒരവസ്ഥയുണ്ട്. അതിനെക്കുറിച്ച് എഴുതിയൊരു കവിതയുണ്ട്, നരബലി. ഇരുളിന്റെ കറവീണ തെരുവിന്റെ മൂലയിൽ ഇരുകാലി നിഴലുകൾ നിണനൃത്തമാടുന്നു. ഇരുളിന്റെ കറവീണ തെരുവിന്റെ മൂലയിൽ ഇരുകാലി നിഴലുകൾ നിണനൃത്തമാടുന്നു. പിടയുന്ന ജീവന്റെ അവസാന ഗദ്ഗതം മരണഗന്ധം ചേർന്ന കാറ്റിൽ കുരുങ്ങിയോ. നേതാവൊരുത്തനീ കവലയിൽ ഇന്നലെ രാവേറുവോളം പ്രഭാഷണം നൽകിയോൻ. ആശയം പോരുകില്ലായുധം പേറുവാൻ അണികളുടെ സിരകളിൽ പ്രതികാര ഭണമൂതി. അങ്ങനെ ഒരാൾ മരിച്ചു വീഴുന്നു. മരിച്ചു വീഴുമ്പോൾ അതിന് വളരെ മനോഹര പദങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് സമൂഹത്തിൽ പൊലിപ്പിക്കാം. പക്ഷേ ആ കുടുംബത്തിന്റെ നഷ്ടം അതെങ്ങനെ നികത്താനാവും? കൊടികളുടെ വർണ്ണവും പുഷ്പചക്രങ്ങളും നെടിയ പദയാത്രയും അനുശോചനങ്ങളും അറ്റുപോം ജീവനെ തിരികെ നൽകിയിടുമോ? പെറ്റൊരമ്മതൻ നെഞ്ചിലെ തീകെടുത്തിയിടുമോ? അർദ്ധചന്ദ്രന്മാർ അമാവാസി പുൽകുന്നു വ്യർത്ഥമാം വിശ്വാസ ബലിമണ്ഡപങ്ങളിൽ. ചുടുനിണം ചിന്തുന്ന ചാവേറുകൾ പോരിലാരാന്റെ ചരടിലെ തോൽപ്പാവകൾ. അണികൾ, രക്തസാക്ഷികൾ എന്നൊക്കെ മനോഹരമായ പദങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അണികളെല്ലായിരം സ്വപ്നങ്ങളല്ലയോ പൊലിയുന്നു പകയുടെ പടകുടീരങ്ങളിൽ. അണികളല്ല 1000 സ്വപ്നങ്ങളല്ലയോ
പൊലിയുന്നു പകയുടെ പടകുടീരങ്ങളിൽ. തീർച്ചയായിട്ടും നമുക്ക് മുന്നിൽ കാണുന്ന കുറേയധികം കാര്യങ്ങളാണ്. നേതാക്കന്മാർ അവിടെ നിന്ന് പറയുന്നു, അണികള് മരണപ്പെടുന്നു, അതിന്റെ പിന്നിൽ നഷ്ടമാകുന്നത് അവരുടെ കുടുംബങ്ങൾക്ക് സങ്കടകരമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് ഈ ഒരു കവിത ചർച്ച ചെയ്തു പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ബാക്കി 8 കവിതകൾ കൂടിയുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ടൈറ്റിൽ പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞു പോകാം. സഹപാഠി എന്നൊരു കവിതയുണ്ട്. സഹപാഠിയും ഇതുപോലെ ഒരു സമൂഹത്തിലെ വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരാളൊരു മാതൃകാ അധ്യാപകനായിരുന്നു. റിട്ടയർ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നു. അദ്ദേഹം ഒരു സർക്കാർ ആശുപത്രിയുടെ മുന്നിൽ ക്യൂ നിൽക്കുന്നു. ആ സമയത്ത് കൂടെ പഠിച്ച ഒരാൾ, ഒരു അറിയപ്പെടുന്ന ഗുണ്ടയാണ്, അദ്ദേഹം ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ജയിലിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ നിബന്ധനകളുണ്ട്. മാസത്തിലൊരിക്കൽ ഫുൾ ബോഡി ചെക്കപ്പ് വേണം. ഇതിനൊക്കെ ആയിട്ട് അദ്ദേഹത്തെ VIP ആയിട്ട് കൊണ്ടുവന്ന് ഈ ക്യൂവിൽ നിന്നവരൊക്കെ തള്ളി മാറ്റിയിട്ട് മാറി നിൽക്കാൻ പറഞ്ഞ് ഇദ്ദേഹത്തെ അകത്ത് കൊണ്ടുപോയി വളരെ വിദഗ്ധ ചികിത്സ നൽകി തിരികെ കൊണ്ടുപോകുന്ന സഹപാഠി എന്നൊരു കവിതയുണ്ട്. പിന്നീട് ന്യായവില എന്നൊരു കവിത അതിലുണ്ട്. ന്യായവിലയും ഇതുപോലെ തന്നെ ഒരു വളരെ പ്രസക്തമായ ഒരു സാമൂഹ്യ വിഷയം. നമ്മൾ ജ്വല്ലറിയിൽ ചെന്നാൽ വില പറയുമ്പോൾ 36,738 രൂപ 99 പൈസ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആ 99 പൈസ തികച്ച് തന്നെ കൊടുക്കും. അതല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോളിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ഇതേപോലെ തന്നെയാണ്. ഒരു സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാലും ഒക്കെ. പക്ഷേ നമ്മൾ തെരുവിൽ കച്ചവടം ചെയ്യാനിരിക്കുന്നവരടുത്ത് നമ്മൾ ബാർഗെയിൻ ചെയ്യും. അല്ലെങ്കിൽ ഒരു കലോ കൊണ്ട് നമ്മുടെ വീട്ടിൽ കച്ചവടം ചെയ്യാൻ, മീൻ കച്ചവടത്തിന് വീട്ടിൽ വരുന്ന സ്ത്രീകൾ അവർ ചുമന്ന് രാവിലെ മാർക്കറ്റിൽ പോയി വാങ്ങി അത് ചുമന്ന് കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മൾ അതിന് വില പേശും. അതാണ് ന്യായവില എന്ന കവിതയുടെ വിഷയം. അങ്ങനെയുള്ള സാമൂഹ്യ വിഷയങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്ന കവിതകളാണ് ആ പുസ്തകത്തിലുടനീളം ഉള്ളത്. ആ 12 കവിതകളും അങ്ങനെയുള്ള വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും. എന്തായാലും എല്ലാവിധ ആശംസകളും സായിഷ് അറിയിക്കുകയാണ്. ഈ ഒരു കവിത കൂടുതൽ ആൾക്കാരിലേക്ക് എത്തട്ടെ. ഇതൊരു ടൈറ്റിൽ എന്ന് പറയാൻ നമുക്ക് ഇതിനൊരു കവിതയുടെ ടൈറ്റിൽ വേണമെങ്കിൽ എടുത്തിടായിരുന്നു. പക്ഷെ സായിഷ് വേണാടിന്റെ 12 കവിതകൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ പുസ്തകത്തിന് പേര് നൽകിയിരിക്കുന്നത്. അതെ, ഉറപ്പായിട്ടും നമുക്ക് എല്ലാവരോടും ഒന്ന് പറയാല്ലേ, കവിത വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരോട്. തീർച്ചയായിട്ടും കവിത വായിക്കുക, വായനാശീലം വളർത്തുക, കുട്ടികളിലും വായനാശീലം വളർത്തുക എന്നുള്ളതാണ് എല്ലാവരോടുമുള്ള അഭ്യർത്ഥന. നമ്മൾ ഈ മാധ്യമങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ വായനാശീലം വളരെ കുറവാണ്. എല്ലാവരും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ മാത്രമായിട്ട്. അപ്പോൾ അതിന് പോസിറ്റീവായിട്ടുമുണ്ട് നെഗറ്റീവായിട്ടും കാര്യങ്ങളുണ്ട്. പണ്ടൊക്കെ നമ്മളൊരു കവിത എഴുതി ഒരു പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുത്തിട്ട് ചിലപ്പോൾ വന്നെങ്കിലായി, ഇല്ലെങ്കിൽ അത് ചവിറ്റുകൊട്ടയിലായിരിക്കും, ഇതൊന്നും അറിയുന്നില്ല. പക്ഷേ ഇപ്പോൾ അതൊരു അന്നൊരു എഡിറ്റിങ്ങിന്റെ ഒരു മാരക വേർഷൻ എന്ന് പറയാം. അപ്പം ഒന്ന് പ്രസിദ്ധീകരിച്ച് വരാൻ വലിയ പ്രയാസം. ഇപ്പം നേരെ തിരിച്ച് നമുക്ക് എഡിറ്റിംഗ് ഇല്ലാത്തൊരവസ്ഥയാണ്. ആർക്കും എന്തും പൊതുമാധ്യമങ്ങളിലൂടെ നവമാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ്. ആളൊരു കവിത എഴുതിയാൽ, ഞാൻ തന്നെ ഇപ്പോൾ ആനുകാലികങ്ങളിൽ ഏതെങ്കിലും കലാമതിയിലോ അല്ലെങ്കിൽ ജനകത്തിലോ ഒക്കെ ഒരു കവിത എഴുതിയാൽ അത് ശരിക്കും വായിക്കുന്നത്, അത് പിന്നെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ വായിക്കുന്നത്. ആ ഒരു അവസ്ഥയാണുള്ളത്. എല്ലാ കവികളും തന്നെ, പ്രശസ്തരായ കവികളെല്ലാം ചെയ്യുന്നത് അത് തന്നെയാണ്. സ്വന്തം കവിത വീണ്ടും ഫേസ്ബുക്കിൽ എടുത്തിട്ടെങ്കിലേ കൂടുതൽ ആൾക്കാർ വായിക്കുന്നുള്ളൂ. അതുകൊണ്ട് വായനാശീലം വളർത്തുക, വായിച്ചു വളരുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സായിഷേ, നമുക്കിന്ന് സായിഷിന്റെ കവിതകൾ പരിചയപ്പെട്ടതിനൊപ്പം തന്നെ ഓണക്കവിതകൾ കൂടി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഓണക്കവിതകൾ കൂടി കേട്ടുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ഓണക്കവിതകൾ പുതിയ തലമുറകളിലെ കവികളിൽ ഇപ്പം ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഓണത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ ആസ്പെക്റ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഓരോ വർഷവും ഓണത്തിനെത്തും, പക്ഷേ അത് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അയവിറക്കുന്നതിന് വേണ്ടിയാണ് മനഃപൂർവ്വം എത്തുന്നത്. മുരുകൻ കാട്ടാക്കടയുടെ കവിതയിൽ ഓണം ഓർമ്മയ്ക്കു പേരാണിതോണം, പൂർവ്വനീരിൻ്റെ നിറവാണിതോണം. ഓർമ്മയിലെ ഓണം വിളിക്കുന്നത് അദ്ദേഹം കവിത ചൊല്ലി അവസാനിപ്പിക്കുന്നിങ്ങനെ: ഓർമ്മയിലെ ഓണം വിളിക്കുന്നു പിന്നെയും, പക്ഷേ പൂക്കൾ വിളിച്ചില്ല, പാടം വിളിച്ചില്ല, ഊഞ്ഞാലുമില്ല, കിളിത്തട്ടുമില്ല, ഇലയിട്ടു മധുരം വിളമ്പിയില്ല, എങ്കിലും ഓർമ്മയിലെ ഓണം വിളിക്കുന്നു പിന്നെയും. ഇങ്ങനെയാണ് മുരുകൻ കാട്ടാക്കട കവിത അവസാനിപ്പിക്കുന്നത്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെത് കവിത ഓർമ്മകളുടെ ഓണം എന്നാണ് ആ കവിതയുടെ ശീർഷകം. ജന്മനാട്ടിൽ ചെന്നു വണ്ടിയിറങ്ങവേ പുണ്ണുതോറും കുള്ളി വെച്ച പോലോർമ്മകൾ, ജന്മനാട്ടിൽ ചെന്നു വണ്ടിയിറങ്ങവേ പുണ്ണുതോറും കൊള്ളി വെച്ച പോലോർമ്മകൾ. അത് അദ്ദേഹം ബാല്യകാലത്തിലെ വളരെ തിക്താനുഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. വായ മുലയിൽ നിന്ന് എന്നേക്കുമായി ചന്നിനായകം തേച്ച് മാറ്റിയ അമ്മ, പന്ത് ചോദിക്കുമ്പോൾ മൊന്തയെടുത്തെറിയുന്ന അമ്മായി, അങ്ങനെ ദുരനുഭവങ്ങൾ പറയുന്നുണ്ട്. അത് ആർക്കും തന്നെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമെന്ന് അതിനെ പറഞ്ഞിരിക്കുന്നത്. ആദ്യാനുരാഗ പരവശനായി ഞാൻ ആത്മരക്തം കൊണ്ടെഴുതിയ വാക്കുകൾ, ചുറ്റുമിരിക്കും സഹികളെ കാണിച്ചു പൊട്ടിച്ചിരിച്ച പെൺകുട്ടിയെ, പൊട്ടിച്ചിരിച്ചു രസിച്ച പെൺകുട്ടിയെ. അതാണ് ഏറ്റവും നമുക്ക് വിഷമം തോന്നുന്ന കാര്യം. പിന്നീട് വ്യത്യസ്തമായ രീതിയിൽ ഓണത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് മോഹനകൃഷ്ണൻ കാലടി. അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഒരു ഓണത്തെപ്പറ്റി 4 വരി എഴുതി കാറ്റിൻ്റെ കയ്യിൽ കൊടുത്തു വയ്ക്കുന്നു. കാറ്റത് ഉത്തരവാദിത്വം ഇല്ലാതെ വഴിനീളെ ചെടികളിലും ഒക്കെ ഇട്ട്, പക്ഷെ അവിടെ ഒരു പൂക്കാലം തന്നെ തീർക്കുകയാണ് ആ വാക്കുകൾ കൊണ്ട്. അവസാനം ഒരു വാക്ക് മാത്രം പ്രിയസഖിയിലേക്ക് എത്തുന്ന അങ്ങനെ ഒരു സങ്കല്പമുണ്ട്.
ഓണത്തിനെപ്പറ്റി ഇത്തവണ ഞാനൊരു 4 വരി കുറിച്ചു. വേറെ ഒരാളെയും കാട്ടാതെ കാറ്റിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. കാറ്റ് അതിൽ നിന്നൊരു വാക്കെടുത്ത് വാടിയ തുമ്പയിൽ ചേർത്ത് വെച്ചു. തുമ്പത്തലപ്പൊരു തുമ്പിയായി തേൻകല്ലെടുക്കും തിരക്കിലായി. അപ്പോൾ അങ്ങനെ വഴിനീളെ ഓരോ ചെടികളിലും വെച്ച് പോകുമ്പോൾ അതെല്ലാം ഞെട്ടിത്തെറിച്ച് തളിർത്ത് ഒരു വസന്തൻ തന്നെ തീർക്കുകയാണ്. കോളാമ്പി, താമര, ശംഖുപുഷ്പം, പിച്ചകം, ചേമന്തി, ചെമ്പരത്തി, കൃഷ്ണകിരീടം, അങ്ങനെ എല്ലാ ചെടികളും ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഇങ്ങനെ ഒടുവിൽ ഈ വാക്കുകളെല്ലാം കഴിഞ്ഞിട്ടും ആരെയും കാണിക്കരുതെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച വരികളിലെ വാക്കെടുത്ത് വഴിനീളെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കളഞ്ഞിട്ട് കാറ്റ് അവസാനം ഒറ്റ വാക്ക് മാത്രം ചുറ്റിത്തിരിഞ്ഞ് അവിടെ എത്തുകയാണ്. ചുറ്റിത്തിരിയുന്നൊരൊറ്റ വാക്ക് ഓണം കഴിഞ്ഞുവെന്നോർത്തിടാതെ നിന്റെ പഠിക്കലും വന്നു വീഴും. ഇഷ്ടമാകാതിരിക്കില്ലയെന്ന് തെറ്റുറപ്പിൽ മുളയിട്ടു പൂക്കും. എത്രമേൽ വൈകിക്കിടന്നതാകട്ടെ, എത്ര തിരക്കുകൾ കാവലാട്ടെ, നീ അതിൽ നിന്നൊരു നോക്കെടുത്ത് പൂക്കളം പോലൊന്നു തീർത്തിടേണം. ഇങ്ങനെയാണ് കവിത അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് നന്ദി സായിഷ് വേനാട്. കുറെ കവിതകൾ നമുക്ക് പരിചയപ്പെടുത്തി. കവിതകൾ വളരെ മനോഹരമായിട്ട് ചൊല്ലി. സ്വന്തം കവിതകളും ഒരുപാട് സമൂഹത്തിന് ചിന്തിക്കാനുള്ള ഒരുപാട് ചിന്തകൾ നൽകുന്ന കവിതകൾ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം എത്തിയാലും. ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് റേഡിയോ മലയാളത്തിനും നന്ദി പറയാം. സായിഷ് വേനാടാണെന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. സായിഷിന്റെ 12 കവിതകൾ നമുക്ക് പരിചയപ്പെട്ടതിനൊപ്പം തന്നെ കുറേയധികം ഓണക്കവിതകൾ വൈലോപ്പിള്ളിയും ONV ഒക്കെ തന്നെ നിരവധി ഓണക്കവിതകൾ നമുക്ക് ചൊല്ലിത്തരിക കൂടി ചെയ്തു. അപ്പൊ ഇന്ന് തൽക്കാലം ടാറ്റാ ബൈ പറയേണ്ട സമയമായിട്ട്. ഓണക്കാലമാണ്. എല്ലാവർക്കും റേഡിയോ മലയാളത്തിന്റെ ഓണ ആശംസകൾ നേർന്നുകൊണ്ട് രതീഷും ബൈ പറയുകയാണ്. സ്റ്റേ ട്യൂൺഡ്.